സോ ആസ് യു സി ഫുട്വെയർ ഇൻഡസ്ട്രീനെ എങ്ങനെ ഓൺലൈൻ ആക്കാം എന്നുള്ളൊരു സെഷനാണ് നമ്മളിവിടെ എടുക്കാൻ പോണത്. ഞാൻ കാരൻ ക്യൂർ എന്ന് പറഞ്ഞ കമ്പനി, കാരൻ ക്യൂർ ഇസ് ദ തേർഡ് ലാർജസ്റ്റ് ഫാർമസി ചെയിൻ ഇൻ ഖത്തർ. അവർക്ക് വേണ്ടിയിട്ട് ഇ-കൊമേഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ പണി പഠിച്ചത്. സോ ഐ സ്റ്റാർട്ടഡ് ദാറ്റ് ഡ്യൂറിങ് ദ കോവിഡ് ടൈം. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ കാരൻ ക്യൂർ ഓപ്പറേറ്റ് ചെയ്തു. ഐ ഗോട്ട് ഇറ്റ് പ്രോഫിറ്റബിൾ. കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് സജഷൻസ് ചോദിക്കും എങ്ങനെ ഓൺലൈനിൽ പോവാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ലിങ്ക്ഡിനിൽ എഴുതുമായിരുന്നു നമ്മൾ ചെയ്ത ഓരോ കേസ് സ്റ്റഡീസ്. സോ പീപ്പിൾ നോ മീ ബൈ ദാറ്റ്. അങ്ങനെയാണ് എനിക്ക് എൻക്വയറീസ് വന്നത്. സോ ആ സമയത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഡിജിറ്റൽ ഏജൻസി ഹാരിസൺകോ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് ബ്ലൂ ടൈഗ, നൗഷാദ് അവിടെ ഉണ്ടോ? നൗഷാദ് എത്തിയിട്ടില്ല ഒന്നുമില്ല. ഓക്കെ, അവരെ തന്നെ സിസ്റ്റർ കൺസേൺ ആണ്. അങ്ങനെ ബ്ലൂ ടൈഗക്ക് ഞങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓൺലൈനിൽ സെയിൽസ് വരുന്നില്ല. സോ ഐ സെഡ് ഓക്കെ, വിൽ ഡു ദാറ്റ്. ബ്ലൂ ടൈഗയാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ പ്രൊജക്റ്റ്. സോ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ദാറ്റ് ആൻഡ് ഇറ്റ് ടുക്ക് ഓഫ്. ദെൻ ഇതേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പലരും എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുതൽ ഞാൻ എന്ത് മീറ്റിംഗ് ചെയ്താലും റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടും. ഇനി ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കും. ഇതായിരുന്നു നമ്മളെ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ 60+ എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ജേണി. സോ 1000+ വാട്സാപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്. സോ ദീസ് ആർ ദ ബ്രാൻഡ്സ് ദാറ്റ് ഐ കറൻ്റ്ലി കൺസൾട്ട് ഫോർ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഹൗ യു ക്യാൻ ഗോ ഓൺലൈൻ. ഇവിടെ എല്ലാവരൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് എനിക്ക് സഹൂദിൻ്റെ അടുത്തിന് കിട്ടിയത്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിം ഓൾറെഡി ഉണ്ടാവും മാർക്കറ്റിൽ. പീപ്പിൾ നോ യു ബൈ നെയിം. Maybe Walkaroo, Jogger, Paragon or whatever it is. So people are already searching for you online. അപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം ട്രാഫിക് നിങ്ങളെ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ്. ഇറ്റ് ടേക്സ് 5 minutes ഹാർഡ്ലി. നിങ്ങളെ വെബ്സൈറ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മനസ്സിലാവും എത്ര പേര് എൻ്റെ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിനാണല്ലോ നിങ്ങളെ വെബ്സൈറ്റിൽ വരുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളെ വെബ്സൈറ്റിൽ എത്ര പേര് വരുന്നുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ വെബ്സൈറ്റിൽ വന്നാൽ ഈ കസ്റ്റമേഴ്സിനോട് നമുക്ക് സംസാരിക്കണമല്ലോ. ഒരു വാട്സാപ്പ് ബട്ടൺ ഇടുക. ദിസ് ഈസ് ലിറ്ററലി വാട്ട് ഐ ഡിഡ് ഫോർ KCK. ഇവിടെ പിന്നെ നമ്മളെ മിനി ബൈപ്പാസ് റോഡിലൊരു ഡെൻ്റൽ കമ്പനിയാണ്. ദേ ഡു FU. അപ്പോൾ അവർക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് ട്രൈ ചെയ്യുന്നു ഓൺലൈനിൽ പോകാൻ. ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഗോ ടു ദ റോങ് പീപ്പിൾ. അവർ കുറേ കാശ് പൊട്ടിക്കും, പക്ഷേ സെയിൽസ് വരില്ല. ഈ വാട്സാപ്പ് ബട്ടൺ ഇട്ടാൽ മാത്രം മനസ്സിലാവും നിങ്ങൾക്ക് എത്ര സെയിൽസ് വരുമെന്ന്. പക്ഷേ ദിസ് ഈസ് നോട്ട് സ്കെയിലബിൾ. ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റൂല, കാരണം അത്രയും കൂടുതൽ വാട്സാപ്പ് ഏജൻസി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. സോ വാട്ട് ഡു യു ഡു നെക്സ്റ്റ്? അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ 2 സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. പിന്നെ വേറൊരു കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇത് IT ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ പോവുക. IT കാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഇതൊരു IT പ്രൊജക്റ്റ് അല്ല. അതാണ് ഫസ്റ്റ് മനസ്സിലായത്. ദിസ് ഈസ് നോട്ട് എൻ IT പ്രൊജക്റ്റ്. ഒരു ഔട്ട്ലെറ്റ് തുടങ്ങണമെങ്കിൽ നമ്മളൊരു എഞ്ചിനീയറോടല്ലല്ലോ പറയുക. എഞ്ചിനീയർ ഔട്ട്ലെറ്റ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഔട്ട്ലെറ്റ് ഡിസൈൻ ചെയ്യും. ഇതൊരു IT മാനേജർ ചെയ്യേണ്ട പണിയല്ല. അവർക്ക് ആകെ കൂടി അറിയുക വെബ്സൈറ്റ് ഉണ്ടാക്കാനാണ്. അവർക്ക് അതിനകത്ത് സെയിൽസ് ഉണ്ടാകാൻ അറിയില്ല. ദിസ് ഈസ് എ മാർക്കറ്റിംഗ് പ്രൊജക്റ്റ്. മാർക്കറ്റിങ്ങിലൊരു ചാനൽ, നിങ്ങളെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം ഔട്ട്ലെറ്റ്, നിങ്ങളെ ഹോൾസെയിലർ, ആ ഒരു സപ്ലൈ ചെയിൻ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ചെയിനാണ് ഓൺലൈനും. അപ്പോൾ അതിന് ഒരു ടെക്നിക്കൽ പ്രൊജക്റ്റ് ആയിട്ട് കാണുന്നിടത്താണ് പ്രശ്നം. ഓക്കെ, സോ അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും വിൽ ദിസ് വർക്ക് ഓർ നോട്ട്. ഇത് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഗോ വിത്ത് ഷോപ്പിഫൈ. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. ഈസി ടു സ്റ്റാർട്ട്, നോ കോഡിംഗ് നീഡഡ്. നിങ്ങൾ ഇന്ന് ഇരുന്നാൽ നിങ്ങൾക്ക് ഇന്ന് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാം. യു ഡോണ്ട് നീഡ് എ ഡെവലപ്പർ. ഇത് പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റമാണ്. ഈ ഡെവലപ്പർ വരുന്ന സ്ഥലത്താണ് എല്ലാവരും പ്രോബ്ലം അനുഭവിക്കുന്നത്. ഇതൊരു ടെക്നിക്കൽ പ്രൊജക്റ്റായി ആയിരിക്കും. ഇറ്റ്സ് നോട്ട് എ ടെക്നിക്കൽ പ്രൊജക്റ്റ്. ഷോപ്പിഫൈ വിൽ കോസ്റ്റ് യു അറൗണ്ട് 2000 per month. ദാറ്റ്സ് ഇറ്റ്. പ്ലഗ് ആൻഡ് പ്ലേ, യു നീഡ് എ ഫീച്ചർ. ഒരു ആപ്പ് ഉണ്ടാവും ഷോപ്പിഫൈൻ്റെ ഉള്ളിൽ തന്നെ. എനിക്കൊന്ന് 12,000+ ആപ്സ് ഉണ്ട്. $1 billion ആപ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഷോപ്പിഫൈ ഈസ് എ $100 billion കമ്പനി. ദർ ആർ 4.5 million വെബ്സൈറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നൈക്കോ, റീബോക്കോ ഏതോ ഒന്ന് ഷോപ്പിഫൈ മേല. ആൻഡ് ഓൾ ദ പ്ലേയേഴ്സ് ദാറ്റ് യു സീ, ഒഡീസിയ, വോക്കറു, ജോഗർ, ഓൾ ആർ ഓൺ ഷോപ്പിഫൈ. യു ബിക്കം ഫാസ്റ്റ്. ഷോപ്പിഫൈ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ലൈക്ക് റോക്കറ്റ്. മറ്റത് ഡെവലപ്പർക്ക് കൊടുക്കും. ഡെവലപ്പർ ആദ്യം ഇത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഓൺ ഡെവലപ്പ് ചെയ്യണം, ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്യണം. ഇതിന് തന്നെ ആക്ച്വലി 6 to 12 months പോയി കിട്ടും ഇഫ് യു ഗോ ഫോർ കസ്റ്റം.
എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട്. നോ വാട്ട് ഡു യു, അപ്പോൾ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൽ പോയി എത്ര ട്രാഫിക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, വാട്സാപ്പ് വെച്ച് നമുക്ക് സെയിൽ വരുമോ എന്ന് കണ്ടുപിടിച്ചു, അതിനുശേഷം നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മളെ പ്രൊഡക്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് നൗ ലിസ്റ്റ് ഓൺ മാർക്കറ്റ് പ്ലേസസ്. ഇതിനകത്ത് ആമസോൺ, മിന്ത്ര, മീഷോ, വാട്ട് എവർ ഇറ്റ് ഇസ്. നമ്മളേതെങ്കിലും ബ്രാൻഡ് ഉണ്ടോ? HRX ഉണ്ട്, പ്യൂം ഉണ്ട്, ക്യാമ്പസ് നമ്മളത്തെ അല്ല. ഒറ്റയടിക്ക് ഞാൻ ഇന്ന് 1 മണിക്കൂർ മുമ്പ് സെർച്ച് ചെയ്തതാണ് സ്പോർട്സ് ഷൂസ് എന്ന്, പക്ഷേ നമ്മളെ ബ്രാൻഡുകളൊന്നും കിട്ടിയില്ല. ഇതാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ മോള്. എവ്രി കസ്റ്റമർ ഇസ് ദർ, ദെൻ വൈ ആർ യു നോട്ട് ദർ എന്നുള്ളതാണ് ചോദ്യം. യു ഹാവ് ടു ബി ദർ. അപ്പോൾ എല്ലാ കസ്റ്റമർ, ഇപ്പം നമ്മൾ പിന്നെ ദുബായ് മോളിൽ പല ഷോപ്പുകളും ലോസിൽ ഓടുന്നുണ്ട്. ദുബായ് മോളിൽ ലോസിൽ ഓടിക്കഴിഞ്ഞാലും അവർക്ക് അവിടെ ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരെ ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർക്ക് ആ വിസിബിലിറ്റി ഉണ്ടായതുകൊണ്ട് ദേ മേ ഗെറ്റ് സെയിൽസ് ഇൻ അതർ ഔട്ട്ലെറ്റ്സ്. ദുബായ് മോളിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ യു ഹാവ് ടു ബി ഓൺ എവറി സിംഗിൾ മാർക്കറ്റ് പ്ലേസ്. ഓരോ മാർക്കറ്റ് പ്ലേസിന് ഡൈനാമിക്സ് വേറെയാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫുൾ ടൈം ഫോണിലാണ്. യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, എവറി സിംഗിൾ ഗൈ ഓപ്പൺസ് അപ്പ് ദ ഫോൺ. എന്തുകൊണ്ടോ ഇപ്പം ആരും ഫോൺ ഓപ്പൺ ചെയ്യാൻ ഞാൻ കാണുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കും. ഒരു മിനിറ്റ് വെറുതെ കിട്ടിയാൽ നമ്മൾ ഫോണിലൂടെ സ്ക്രോൾ ചെയ്യും. വാട്സാപ്പ് ആവാം, ഇൻസ്റ്റാഗ്രാം ആവാം, ടിക്ടോക്ക് ആവാം. ടിക്ടോക്ക് ഇവിടെ ഇല്ല. ഇറ്റ് ക്യാൻ ബി എനി കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ലൈവായേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ വേ. അത് ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. കസ്റ്റമേഴ്സിന് കാണാൻ താല്പര്യമുള്ള കണ്ടൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സേ ഒരു ഹനാൻഷാക്ക് നിങ്ങളെ ഷൂസ് അയച്ചു കൊടുക്കുക. ട്രൈ ടു കൊളാബ് വിത്ത് ഹിം സോ ദാറ്റ് ഹിസ് ഫോളോവേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രൊഡക്ട്സ്. ഇപ്പോൾ ഇതിൽ തന്നെ വോക്കറു 5.8 മില്യൺ, 6.6, 4.1. അതായത് 58 ലക്ഷം ആൾക്കാർ ആ സാധനം കണ്ടിട്ടുണ്ട്. 58 ലക്ഷം ആൾക്കാർ നമ്മൾ എങ്ങനെ റീച്ച് ചെയ്യും? ക്യാൻ യു ഗെറ്റ് ദം ഇൻ എ റൂം? ദിസ് ഈസ് ദ സിംഗിൾ ബിഗസ്റ്റ് തിങ് എവ്രിബഡി ഈസ് മിസ്സിങ്. 58, 66, 4.1, 20K, 61K, 80K. ഇത്രയും ആൾക്കാരെ കണ്ടിന്യൂസ്ലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീമൻസ് ആണ് ഇപ്പം ലേറ്റസ്റ്റ് D2Cയിൽ. ലുക്ക് അറ്റ് വാട്ട് നീമൻസ് ഈസ് ഡൂയിങ്. ദേ ആൾസോ ഹാവ് കണ്ടന്റ്. എനിക്ക് തോന്നുന്നു നീമൻസ്, എനിക്കൊന്ന് കോഴിക്കോട് ഒരു ഷോപ്പുണ്ട് ഇപ്പോൾ. ഇത് കേരളത്തിലെ കണ്ടന്റാ, കേരളം ടാപ്പ് ചെയ്യാനുള്ള കണ്ടന്റാ. ബിക്കോസ് യു സീ ബാക്ക്ഗ്രൗണ്ട് ആസ് കേരള. അപ്പോൾ കണ്ടന്റ് ആണ് ബിഗ്ഗസ്റ്റ് ലെവറേജ്. യു ഹാവ് ടു ഡു കണ്ടന്റ് ഓൺ യുവർ ഓൺ. നിങ്ങളെ സ്വന്തം കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുക. യു ഹാവ് ടു കൊളാബറേറ്റ് വിത്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അത് പല രീതിയിൽ കൊളാബറേറ്റ് ചെയ്യാം. കാരണം ലൈവായിട്ട് നിൽക്കുക. ഒരു കസ്റ്റമർ എത്ര പ്രാവശ്യം നിങ്ങളെ ബ്രാൻഡിനെ കാണുന്നോ, ദർ ഈസ് മോർ ചാൻസസ് ദാറ്റ് ദേ ബൈ ദാറ്റ് ബ്രാൻഡ്. ക്യാമ്പസ് ഈസ് ഡൂയിങ് കണ്ടന്റ്. കോമറ്റ് ഈസ് ഡൂയിങ് കണ്ടന്റ്. എവറി സിംഗിൾ D2C player in India as well as the biggest player in South India is also doing content. കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആൾക്കാർ ഫുൾ ടൈം ഫോണിലാണ്. ഇതാണ് ഏറ്റവും വലിയ തിങ് കേട്ടോ. വെബ്സൈറ്റ് അല്ല. ഈ കണ്ടന്റ് ചെയ്യുമ്പോൾ വെബ്സൈറ്റിലല്ല സെയിൽസ് വരിക, നിങ്ങൾക്ക് ഓഫ്ലൈനിൽ സെയിൽസ് വരും. യു ക്യാൻ ആസ്ക് ടു ദ വോക്കറു ടീം. ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇൻറ്റേർണലി എനിക്കറിയാം. അവരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് കോൾ വരുന്നുണ്ട്. നിങ്ങളാ കണ്ടന്റ് കാരണം ഞങ്ങൾക്ക് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്, ആ സാധനം എന്താ കൊണ്ടുവരാത്തത്, നിങ്ങൾ ആ വീഡിയോ സാധനം ഞങ്ങൾക്ക് തന്നിട്ടില്ല. പീപ്പിൾ ആർ ആസ്കിങ് ഫോർ ഇറ്റ്. അപ്പം ഓൺലൈനിൽ ചിലപ്പോൾ സെയിൽസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ബട്ട് യു വിൽ ഹാവ് മോർ സെയിൽസ് ഓഫ്ലൈൻ. ഈ ഏരിയ ഫുട്വെയറിൽ ആരും ടാപ്പ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഫൗണ്ടർ ബ്രാൻഡിങ് വിച്ച് തരൺ ചാബ്ര ഓഫ് ഈ ഒരൊറ്റ സെഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ പോഡ്കാസ്റ്റും ഇരുന്ന് കണ്ടിട്ടോ. മൂപ്പർ ടാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഹീസ് ഷെയറിങ് ഇവൻ്റെ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മൂപ്പർ തന്നെയാണ്. ഹീസ് ഗോയിങ് ഫോർ എവറി സിംഗിൾ പോഡ്കാസ്റ്റ്. ഹീസ് ബിൽഡിങ് ഹിസ് ഓൺ കണ്ടന്റ്. ഹീസ് കൊളാബറേറ്റിംഗ് വിത്ത് ഹിസ് ഓൺ ബ്രാൻഡ്. അതായത് അതിൻ്റെ CEO ആരാണോ സാരഥി, അവർ തന്നെ കണ്ടന്റിലേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അതിന് ചെയ്യേണ്ടതൊന്നുമില്ല. ഒരാളെ നിങ്ങളെ സൈഡിൽ ഇരുത്തുക, ഒരാളെ ഹയർ ചെയ്യുക. ഇതൊരു ഫുൾ ടൈം ആക്ടിവിറ്റിയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ KCKൻ്റെ ഷൈജൽ ഇപ്പോൾ കണ്ടന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അത് ഞാനിങ്ങനെ ട്യൂൺ ചെയ്ത് എനിക്ക് 6 മാസം എടുത്ത് മൂപ്പര് ഇറക്കാൻ വേണ്ടിയിട്ട്. ഫൗണ്ടർ ബ്രാൻഡിങ് വർക്ക്സ്. ഫൗണ്ടറിൻ്റെ സ്റ്റോറി, ജേണി,
ഫാക്ടറി ടൂർ, മേ ബി നിങ്ങളെ കുറച്ച് കഴിയപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്ന ഫൈസൽ മലബാർ, ഈസ് ബിഗ് ഇൻ കണ്ടൻറ്റ്. വൈ ഈസ് ഹി ഡൂയിങ് ഇറ്റ്? വൈ ഈസ് മൈജി ഷാജി ഡൂയിങ് കണ്ടൻറ്റ്? ആ ഒരു ഗ്യാങ്ങിലെ എല്ലാവരും കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വർക്കിംഗ്. ഈ കണ്ടൻറ്റ് ഇപ്പം ഞാനിവിടെ നിൽക്കണമെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ ഭയങ്കര പ്ലെയറൊന്നുമല്ല. ഞാൻ കണ്ടൻറ്റ് ചെയ്തുകൊണ്ടാണ് എത്തിയത്. കാരണം ആൾക്കാരെന്നെ ഡെയിലി കാണുന്നുണ്ട്. അപ്പോൾ കണ്ടൻറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മോട്ട്. ഞാൻ പണ്ട് പറയുന്നത് കോഡ് ഭയങ്കര മോട്ടാന്ന്. സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അറിയെങ്കിൽ രക്ഷപ്പെട്ട്. ഇനി അതില്ല. കാരണം വന്ന് അത് തീരുമാനമാക്കി. ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് മോട്ട്. ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടൻറ്റ് കാരണം കിട്ടുക. അതുകൊണ്ടാണ് ഐ ചെക്ക്ഡ് കോമറ്റിൻ്റെ ഫൗണ്ടേഴ്സ് ഉണ്ടോ നോക്കി. പിന്നെ ആരാ, പിന്നെ ഏതൊക്കെ D2C പ്ലേയേഴ്സ് ഉണ്ട്. തരൺ ചാബ്ര മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ് ദർ. ഒരു ഫൗണ്ടർക്ക് വന്നിട്ട് ശരിക്ക് കണ്ടൻറ് സ്ട്രാറ്റജി ഇട്ടിട്ട് കളിക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ കണ്ടൻ്റാണ് ഏറ്റവും വലിയ കിങ്. ആൾക്കാർ നമ്മൾ അറിയാൻ നമുക്ക് ഒരു ഫോണും ഒരു മൊബൈൽ ക്യാമറ ഉള്ള ഫോൺ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. ഇഫ് യു ഹയർ എ ഗൈ ഫോർ ദാറ്റ്, ഇറ്റ് ഈസ് വർത്ത് എവറി സിംഗിൾ എഫേർട്ട്. കാരണം ഇനി നാളെ ഈ ഷൂസൊന്നും നടന്നില്ല ആക്കുക, യു ആർ സ്റ്റിൽ ലെഫ്റ്റ് വിത്ത് യുവർ പേഴ്സണൽ ബ്രാൻഡ്. ആ പേഴ്സണൽ ബ്രാൻഡ് അവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ് ഈസ് വിത്ത് യു. നമ്മൾ ചാവണ നേരം നമ്മളെ കൂടെ ഉണ്ടാവും. ആസ് ലോങ് ആസ് യു ഡു ട്രസ്റ്റബിൾ കണ്ടൻറ്റ്, ഇറ്റ് വർക്ക്സ്. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും പൊക്കും. ഓക്കെ, ഇനി SEO എന്താണെന്ന് അറിയാം. വളരെ ബേസിക് സാധനങ്ങളാണ് പറയുന്നത്. എല്ലാവരും ഫസ്റ്റ് ചെയ്യുന്നത് ഗൂഗിളിൽ തപ്പാണ്. ഇഫ് ഐ നീഡ് എ സ്പോർട്സ് ഷൂസ്, ഐ എം ചെക്കിങ് ഇൻ ഗൂഗിൾ സ്പോർട്സ് ഷൂസ്. അപ്പോൾ ഗൂഗിളിൻ്റെ ഫസ്റ്റിൽ വന്നേ പറ്റൂ. ആദ്യത്തെ 3 ലിസ്റ്റിങ്ങിൽ ഇല്ലെങ്കിൽ യു ആർ നോട്ട് സീൻ. ഇത് സമയമെടുക്കും. ദിസ് ടേക്സ് അറൗണ്ട് 6 to 12 months എടുക്കും ഗൂഗിളിൻ്റെ ടോപ്പിൽ എത്തിക്കാൻ. പക്ഷെ നിങ്ങൾ കണ്ടൻറ്റൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫൗണ്ടർ ബ്രാൻഡും ചെയ്തിട്ടുണ്ട്, കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉണ്ട്, ദർ ആർ ചാൻസസ് ദാറ്റ് യു ക്യാൻ ഗോ ഫാസ്റ്റർ. ഈ സാധനങ്ങൾ കാരണം അതൊക്കെ വെച്ചിട്ട് ഗൂഗിൾ റെക്കഗ്നൈസ് ചെയ്യും, ഇയാൾ ട്രസ്റ്റബിൾ ആളാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണല്ലോ വേറൊരു മനുഷ്യൻ നമ്മളെ പറ്റി അറിയുക. അതന്നെ ഒരു മനുഷ്യനായി കരുതിയാൽ മതി. The more Google sees us, the more Google starts believing in us. That is what SEO is. This is a long term thing. കാരണം ഇത് മാറാനും സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും ChatGPT-യിലാണ് സെർച്ച് ചെയ്യുന്നത്. പക്ഷേ SEO ചെയ്ത് കഴിഞ്ഞാൽ ChatGPT-യിലും കയറി വന്നോളും. കാരണം അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ എടുക്കുന്നത് ഗൂഗിളിൻ്റെ ഡാറ്റയും അല്ലാത്ത ഡാറ്റകളും ഒക്കെയാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് SEO. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. സ്പോർട്സ് ഷൂസ് കൊടുത്തു കഴിഞ്ഞാൽ മിന്ത്രയും A6ഉം ആണ് വരുന്നത്. ഈ സ്റ്റെപ്പാണ് പലരും ഫസ്റ്റ് തുടങ്ങുക. ആക്ച്വലി ദിസ് ഈസ് നോട്ട് ദ സ്റ്റെപ്പ് ദാറ്റ് യു നീഡ് ടു ഡു. ഇതെൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിന് റിസൾട്ട് വരും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നീമൻസിൻ്റെ ആഡ്സ് ലൈബ്രറിയാണിത്. എത്ര ആഡ്സ് നീമൻസ് ഇന്ന് ചെയ്യുന്നു? 710 ആഡ്സ് ആണ് റൺ ചെയ്യുന്നത്. 710 ആഡ്സ്. വെൻ ഐ ചെക്ക്ഡ് വാക്കറോ ഇറ്റ് ഈസ് 48 ആഡ്സ്. അതാണ് ഡിഫറൻസ്. ബാക്കി വല്ല ആഡ്സ് ചെയ്യുന്നില്ല. പക്ഷേ ഇതല്ല ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് യു ഹാവ് ടു ഹാവ് എ ഗുഡ് പ്രൊഡക്റ്റ്, യു ഹാവ് ടു ഹാവ് എ ഗുഡ് ബ്രാൻഡിങ് വിച്ച് യു ഓൾറെഡി ഹാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേണ്ടത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞത് ചെയ്താൽ ഇതിന് മാക്സിമം റിസൾട്ട് കിട്ടും. അതായത് ഇവിടെ ചിലപ്പം ROAS എന്ന് അവിടെ പറയുക, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. ₹1 ഇട്ടാൽ എത്ര ഉറുപ്പ്യൻ്റെ സെയിൽ നടക്കും? അത് ചിലപ്പോൾ 3-4 ഒക്കെ ആയിരിക്കും നടക്കുക. ഇത് വെച്ചിട്ട് പറയും ഈ സാധനം പ്രോഫിറ്റബിൾ ആവൂലേ. ഇത് പ്രോഫിറ്റബിൾ ആക്കാൻ വഴിയുണ്ട്. പക്ഷേ ഇത് ആദ്യം കയറി ചെയ്താൽ ചിലപ്പം ബാക്ക് ഫയർ ചെയ്യും, കോൺഫിഡൻസ് പോയി പോകും. ബിക്കോസ് യു വിൽ ബി സ്പെൻഡിങ് മണി ഓൺ ആഡ്സ്. അപ്പോൾ നമ്മൾ 1 ലക്ഷം ഇട്ടാൽ നിങ്ങൾക്ക് 3 ലക്ഷം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞാൽ ഏജൻസീസ് വരും. പക്ഷേ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കോൺഫിഡൻസ് പലരും ചെയ്ത് പരിചയം ഉണ്ടാവും, കോൺഫിഡൻസ് പോയത് മാത്രം മതി, പിന്നെ ധൈര്യം ഉണ്ടാവില്ല ചെയ്യാൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് പെയ്ഡ് ആഡ്സ്. ഇത് ലാസ്റ്റ് സ്ലൈഡാട്ടോ. പ്രസൻറ്റേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, വാട്ട് ക്യാൻ ബി ഡൺ. ഈ മുകളിൽ പറഞ്ഞ എല്ലാ സാധനവും നിങ്ങൾക്ക് ചെയ്യാം. ഡു ഓൾ ഓഫ് ദ അബോവ്. D2C പ്ലെയേഴ്സ് VC ഫണ്ടഡാണ്. VCക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, പ്ലീസ് കറക്റ്റ് മീ ഇഫ് റോങ്, 2 എക്സിറ്റ് പ്ലാൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു വലിയ പ്ലെയർ അവർ അക്വയർ ചെയ്യണം, അല്ലെങ്കിൽ അവർ IPO ചെയ്യണം. ഇങ്ങനത്തെ പല പ്ലെയേഴ്സ് ഉണ്ട്, ഒരു പ്ലെയർ അല്ല.
മൾട്ടിപ്പിൾ പ്ലേയേഴ്സിൽ മൾട്ടിപ്പിൾ VCs ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. VCക്ക് റിട്ടേൺ കിട്ടിയേ പറ്റുള്ളൂ. സോ ദർ ആർ 2 ways. Either they go IPO, in which we don't benefit, or there is a chance that we can acquire them. Why should we acquire them? Because they have cracked the marketing game. അവിടെ ഒരു യങ് ടീം ഉണ്ടാവും. ഈ ടീമിനെ ബിൽഡ് ചെയ്യാൻ അത് വേറെ തന്നെ ഒരു സെഷൻ വേണ്ടി വരും. ഹൗ ടു ബിൽഡ് എ ടീം ഫോർ ഡിജിറ്റൽ. ദെൻ ഇതെനിക്കറിയില്ല പറ്റുമോ എന്നുള്ളത്. ഈ D2C പ്ലെയേഴ്സിന് ഒന്നും ഫാക്ടറി ഇല്ല. ദേ ആർ നോട്ട് മാനുഫാക്ചറിങ്, ദേ ആർ ജസ്റ്റ് ദ ഫ്രണ്ട് എൻഡ്. ബട്ട് ദേ ഹാവ് ഡിമാൻഡ്. ഡിസ്ട്രിബ്യൂഷൻ അവരെടുത്താൽ ഇവർക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യാം. യു ക്യാൻ സപ്ലൈ ഷൂസ് ടു ദം, ബട്ട് യു വിൽ ഹാവ് ടു ഹാവ് ആൻ അലൈൻമെൻറ്റ് വിത്ത് ദ ഫൗണ്ടർ. അപ്പോൾ അവരെല്ലായിടത്തൊക്കെ കയറി പറ്റേണ്ടി വരും. ഔട്ട്സോഴ്സ് ദാറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ. ബട്ട് ഐ ഡോണ്ട് നോ എങ്ങനെയാണ് ഇവിടുത്തെ. ഞാനിവിടെ 100+ ആൾക്കാരുണ്ടെന്ന് ആക്ച്വലി സഹൂദ് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഐ വാസ് ലിറ്ററലി തിങ്കിങ് ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ. ഇനിയിപ്പോൾ അതിൻ്റെ കഥ പഠിക്കണം. എന്തായാലും ഇത് വരുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം എങ്ങനെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ പഠിച്ചു. സോ ദിസ് ഈസ് വാട്ട് യു ക്യാൻ ഡു ഓൺലൈൻ. സോ ഓൺലൈൻ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഇസ് ദ കീ. ഇത് തുടങ്ങണം. തുടങ്ങിയിട്ടില്ലെങ്കിൽ സംബഡി എൽസ് ഈസ് ഗോയിങ് ടു ഈറ്റ് യുവർ ബുഫേ. ഒരു ഡൗട്ടും ഇല്ല. കാരണം പ്രശ്നം എവ്രിബഡി ഈസ് ഓൺ ഫോൺ. ഫോണിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് മോൾ ഈസ് നോട്ട് ആമസോൺ, ബിഗ്ഗസ്റ്റ് മോൾ ഈസ് ഫോൺ. മേ ബി ഇൻസ്റ്റാഗ്രാം ഓർ മേ ബി വാട്സാപ്പ്. വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസിനൊക്കെ ഭയങ്കര പവറാണ്. നിങ്ങളൊരു കണ്ടൻറ് ഇട്ട് നോക്കി. ഇപ്പോൾ വോക്കറോൻ്റെ കണ്ടൻറ് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഷെയർ ചെയ്യുന്നുണ്ടാവും. ദേ ആർ ഷെയറിങ് സോ ദാറ്റ് ദേ ഗെറ്റ് സെയിൽസ്. അപ്പോൾ കണ്ടൻറ് ഇട്ട് കൊടുത്താൽ പണ്ട് നമ്മൾ ബ്രോഷർ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാണ് നമ്മളെ സാധനം. ഇപ്പോൾ കണ്ടൻറ്റാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അവർ സ്റ്റാറ്റസ് ഇടും. ഒരു 1000 പേരെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു റീറ്റെയിലറെ സ്റ്റാറ്റസ് കാണും. അങ്ങനെ ഒരു 10 റീറ്റെയിലർ ഇടുകയാണെങ്കിൽ, പക്ഷെ ഇടാൻ അവർക്കും തോന്നണം. എൻ്റെ ഫ്രണ്ട്സിന് കാണിക്കണം. എൻ്റെ ഫ്രണ്ട്സാണല്ലോ കൂടുതലും ഉണ്ടാവും, എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും ഉണ്ടാവില്ല. എനിക്ക് തോന്നണം അത് കൊള്ളാം, അടിപൊളി സാധനം. അപ്പോൾ അവിടെ സ്ട്രാറ്റജി വേണം. വെറുതെ ഒരു ബ്രോഷർ ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയതുകൊണ്ടോ പ്രശ്നം തീരുന്നില്ല. കണ്ടൻറ് സ്ട്രാറ്റജി വേണം. അതിവിടെയല്ല സെക്കൻഡ് ജനറേഷന് പറഞ്ഞാൽ മനസ്സിലാവും എന്താണ് കണ്ടൻറ് സ്ട്രാറ്റജി എന്നുള്ളത്. കാരണം എവ്രിബഡി ഈസ് ഓൺ ഫോൺ. അപ്പം കണ്ട എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും സാധനം അയച്ചു കൊടുക്കുക. ട്രൈ ടു ഗെറ്റ് എൻ അലൈൻമെൻറ്റ് വിത്ത് ദം ആൻഡ് ട്രൈ ടു ബി വിസിബിൾ ഓൾ ദ ടൈം.